എല്ലാവർക്കും അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ബേസിക് ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ആദ്യത്തെ സീരീസിൽ നമ്മൾ കണ്ടത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്റ്റിച്ചസ് ആണ് കണ്ടത്. രണ്ടാമത്തെ സീരീസിൽ നമ്മൾ കണ്ട കുറേ നോട്ടുകളും കുറച്ച് പൂക്കൾ തയ്ക്കാനുള്ള അങ്ങനത്തെ സ്റ്റിച്ചസ് ആണ് കണ്ടത്. മൂന്നാമത്തെ സീരീസിൽ നമ്മൾ കണ്ട കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കച്ച് വർക്ക്, ആപ്ലിക്യൂ വർക്ക്, പിന്നെ അങ്ങനത്തെ സ്റ്റിച്ചസ് ഒക്കെയാണ് നമ്മൾ മൂന്നാമത്തെ സീരീസിൽ കണ്ടത്. അപ്പം ഇപ്പോൾ നമ്മൾ ഈ 3 സീരീസും കൂടെ കൂടിയിട്ട് നമ്മൾ 60 സ്റ്റിച്ചസ് പഠിച്ചു. അപ്പം ഈ 60 സ്റ്റിച്ചസ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് തയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സാരി ആയാലും ചുരിദാർ ആയാലും ബ്ലൗസ് ആയാലും ഏത് മെറ്റീരിയൽ ആയാലും, ഏത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സാരി മാത്രമല്ല, സാരിയുടെ മെറ്റീരിയലും കൂടെ ഞാൻ പറയണത്, ഒഴുകിക്കിടക്കുന്ന മെറ്റീരിയൽ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഏത് മെറ്റീരിയലും നിങ്ങൾ തയ്ക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ലെവൽ കിട്ടും, കോൺഫിഡൻസ് ആകും, പുറത്തുള്ള ആൾക്കാർക്കും ചെയ്തു കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അതൊരു സ്വന്തം ഒരു വരുമാനമാക്കി മാറ്റുകയും ചെയ്യാം. നമുക്ക് ഈ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവർക്ക് പറഞ്ഞു തരാൻ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം മാർക്കറ്റിങ്ങിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഒറ്റയടിക്ക് പോയി മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോകണം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സ്റ്റെപ്സാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഓരോന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഫുൾ ലെങ്ത് ഇരുന്ന് കാണുകയും ചെയ്യണം കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ്, അതിപ്പോൾ ചുരിദാർ ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, നൈറ്റി ആയിക്കോട്ടെ, എന്തും ആവട്ടെ, അതിലൊക്കെ നമുക്കറിയാവുന്ന എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ചെയ്ത് അത് കുറച്ചും കൂടെ ഭംഗി കൂട്ടുക. അതിപ്പോൾ പുതിയ മെറ്റീരിയൽ മേടിച്ചിട്ട് തന്നെ തയ്ക്കണം എന്നൊന്നുമില്ല. അവരവരുടെ കയ്യിലുള്ള ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ സാരിയുടെ ഇതിനകത്ത് ചിലപ്പോൾ ചില ചുരിദാറുകളിൽ ഡിസൈൻ ഉള്ളതായിരിക്കും. ഓൾറെഡി ഒരു നെക്കിലൊരു പാറ്റേൺ ഉണ്ടാകും, അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെ ഒരു പാറ്റേൺ ഉണ്ടാവും. അപ്പം എവിടെ തയ്ക്കാൻ പറ്റുന്ന ഫ്രീ സ്പേസ് എവിടെ കിട്ടുക, ആ ഡിസൈനിന് ഇപ്പം ഓൾറെഡി നെക്ക് പാറ്റേൺ ഉള്ളൊരു ചുരിദാറാണെങ്കിൽ അതിൻ്റെ അടിയിൽ താഴെ ഒരു ഫ്രീ സ്പേസ് ഉള്ളെടുത്ത് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. ഈ നെക്ക് പാറ്റേണുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു പാറ്റേൺ എടുത്തിട്ട് നിങ്ങൾ തയ്ക്കുക. അത് ഡിഫറെൻറ്റ് സ്റ്റിച്ചസും തയ്ക്കാൻ ശ്രമിക്കുക. ഒറ്റ സ്റ്റിച്ചസ് തന്നെ എപ്പോഴും തയ്ച്ച് പഠിക്കാണ്ട് ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് തയ്ച്ച് നോക്കുക. അങ്ങനെ ഓരോ ചുരിദാറുകളും അല്ലെങ്കിൽ പിള്ളേരുടെ ഡ്രസ്സാണെങ്കിലും സാരി ആണെങ്കിലും അങ്ങനെ ഓരോ തയ്യൽ തയ്ച്ച് നമ്മൾ അടുത്തുനിന്നല്ല, ഒരു കടയിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, എവിടെ ആൾക്കാർ കൂടുക അവിടെയൊക്കെ നമ്മൾ ഈ ഡ്രസ്സ് അല്ലെങ്കിൽ സാരി ഇത് ഇട്ടുകൊണ്ട് പോവുക. അപ്പം ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ഇഷ്ടമുള്ള ആൾക്കാർ ആരായാലും ഒന്ന് ചോദിക്കും നിങ്ങളുടെ അടുത്ത്, ഇത് ആരാ ചെയ്തത്, എവിടെയാണ് ചെയ്തത്, ഇതിൻ്റെ റേറ്റ് എത്രയാന്ന് ചോദിക്കും. അപ്പം നമുക്ക് പറയാം ഇത് ഞാൻ ചെയ്തതാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുക. അപ്പം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ടും ഒന്ന് പറയുക. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തു തരാമല്ലോ ആൻറ്റിക്ക് എന്നൊരു കമൻറ്റും കൂടെ പറയുക. അങ്ങോട്ടേക്ക് റിപ്ലൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർക്കും തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഓർഡർ കിട്ടും. ഇതിപ്പോൾ ഡ്രസ്സിൽ മാത്രം ചെയ്യുക എന്നല്ല, ഇപ്പോൾ നമുക്ക് ഹാങ്കർചീഫ്, അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെ ഇരിക്കുന്ന ഹാൻഡ് ടവല്, ബെഡ്ഷീറ്റ്, കയറി വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും ഗസ്റ്റ് ആരെങ്കിലും കയറി വന്നാൽ നേരെ വന്നിരിക്കുന്ന സിറ്റിംഗ് റൂമിൽ, അപ്പോൾ നമ്മുടെ സോഫയത്തെ ചെയർ ബാക്കിൽ നമുക്ക് ചെയ്യാം, ടീപ്പോയിൽ ചെയ്യാം, അങ്ങനെ എല്ലായിടത്തും നമുക്ക് ചെയ്ത് വെക്കാം. അപ്പം ഒരു ഗസ്റ്റ് ആര് വന്നാലും നമ്മുടെ സിറ്റിംഗ് റൂമിൽ ഇരിക്കാണ്ട് പോകത്തില്ല. അപ്പം വീട്ടിൽ കയറി വന്നവരെല്ലാവരും അത് കാണുകയും ചെയ്യും, അപ്പം ചോദിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ വീട് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. വരുന്ന ആൾക്കാർക്ക് ഇത് കണ്ട് നമുക്കൊരു മാർക്കറ്റിംഗ് പ്രൊസീജിയറും ആവും. അപ്പം ഒരു സ്റ്റിച്ച് മാത്രം ചെയ്ത് വെക്കാതെ പല സ്റ്റിച്ചസും ട്രൈ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക. എന്നാലാണ് കുറച്ചും കൂടെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോൾ എപ്പോഴും ഒരു സ്റ്റിച്ച്, ചുരിദാറിലാണെങ്കിലും ഒരേ സ്റ്റിച്ച്, ബെഡ്ഷീറ്റിലാണെങ്കിലും ഒരേ സ്റ്റിച്ച്, അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാത്രമേ അറിയുള്ളൂ എന്ന് അവർക്കും ഒരു തോന്നലുണ്ടാവും. അപ്പോൾ എല്ലാം ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ ടവലിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ 10ലും 12ലും പഠിക്കുമ്പോഴായിട്ട് ടവല്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ടവൽസ് സൈഡിൽ വർക്ക് ചെയ്തുകൊണ്ട് പോകും, കുഞ്ഞു പൂക്കളൊക്കെ തയ്ച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു ഞങ്ങൾക്കും തരുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് വന്നുകൊണ്ടിരുന്നത് എനിക്ക്.
ടവലിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ആണ് ഞാൻ തുടങ്ങിയത്. നിങ്ങളും എല്ലാവരും അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ ഡ്രസ്സിലും എല്ലാത്തിലും ചെയ്ത് നിങ്ങളും ട്രൈ ചെയ്യുക. ഇതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഹാൻഡ് എംബ്രോയ്ഡറി ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ ആദ്യത്തെ ലെവലിൽ നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചിടുകയാണ് ചെയ്തത്. സെക്കൻഡ് ലെവലിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അവർക്ക് ഒന്നെങ്കിൽ തയ്ച്ച് കൊടുക്കുക, ഗിഫ്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുവാണെങ്കിൽ തയ്ക്കുക. അപ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഹൗസ് വാമിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്കൊരു ബെഡ്ഷീറ്റിൽ വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പുറത്തൊരാൾക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും ഇത്തിരി തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പുറത്ത് വേറൊരാൾക്ക് കൊടുക്കുമ്പം നമ്മുടെ നീറ്റ്നെസ്സും വളരെ ഇമ്പോർട്ടൻ്റ്, ആ കളർ കോമ്പിനേഷൻ എല്ലാം ഇപ്പോൾ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കണ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് വേണം കൊടുക്കാൻ, അത് ആർക്കായാലും. ആദ്യത്തെ ഇംപ്രഷൻ തന്നെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായി മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിലും ശ്രദ്ധിക്കുക, എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ സത്യസന്ധമായിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് പറയും. അത് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ കളർ കോമ്പിനേഷൻ ശരിയല്ല, കുറച്ചും കൂടെ വൃത്തിയാക്കാനുണ്ട് എന്നുള്ളൊരു നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് കുറേയും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ആരുടെ ഫീഡ്ബാക്ക് നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കരുത്. എന്താ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് തയ്ച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്നുള്ളൊരു ഇത് വരരുത്. എന്ത് പറഞ്ഞാലും അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും കണ്ടു. ഇനി തേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയവും കൂടെ ഇല്ലാത്ത ആൾക്കാർക്കായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകണം. ചിലപ്പോൾ റിലേറ്റീവ്സ് വഴി വന്ന ഒരു ഓർഡർ ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴി, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു ബൊട്ടീക്കിൽ നിന്നാവാം ഓർഡർ വരുന്നത്. ഇപ്പം ഓർഡർ കിട്ടുന്ന ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഷിഫോൺ മെറ്റീരിയൽ, അതല്ല ഒരു സിൽക്ക് എക്സ്പെൻസീവ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഓർഡർ കിട്ടിയത്, അതിൽ തയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചോ. നിങ്ങൾ ഇന്നേ വരെ ആ മെറ്റീരിയലിൽ തയ്ച്ചിട്ടുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ ഓർഡർ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം സിൽക്ക് മെറ്റീരിയലിൽ എന്തോരം ഉണ്ട് എക്സ്പെൻസീവ് മെറ്റീരിയൽ ആണെന്നറിയാം. അപ്പോൾ ആ മെറ്റീരിയൽ നമ്മൾ ചിലപ്പം തയ്ക്കുമ്പോൾ ചുളുങ്ങിപ്പോകും, അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രെയിം ഇട്ട് വലിക്കുമ്പോൾ പിഞ്ചിപ്പോകും. ഈ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞു. നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവർ കാശൊക്കെ നമുക്ക് കിട്ടിക്കാണും, അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ പോയി വേറൊരാളോട് പറയണത് ഞാൻ ഇന്ന ആളുടെ തയ്ക്കാൻ കൊടുത്തു, എന്നിട്ട് എൻ്റെ സാരി ചീത്തയാക്കി തന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ ചീത്തയാക്കി തന്നു എന്ന് പറയും. അപ്പം അവിടെ ഒരു നെഗറ്റീവായി കഴിഞ്ഞു. പിന്നെ ആരും നമ്മുടെ അടുത്തോട്ട് വരാൻ പോലും ആലോചിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു 100%, അതല്ല ഒരു 99% എങ്കിലും കോൺഫിഡൻ്റ് ആയിരിക്കണം. ആ മെറ്റീരിയൽ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ നല്ല വൃത്തിക്ക് വരികയും ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ എടുത്തോളൂ, ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഇല്ല, ആ കോൺഫിഡൻറ്റ് ലെവൽ ഒരിത്തിരി എങ്ങാനും കുറവാണെന്നുണ്ടെങ്കിൽ എടുക്കണ്ട. ചിലപ്പം സക്സസ് ആയി പോവായിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിലോ. അപ്പം അത് നമ്മളൊരു കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം അത് എടുക്കുക, എന്നിട്ട് ചെയ്യുക. അപ്പം ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു കോൺഫിഡൻറ്റ് ലെവൽ കിട്ടും. അപ്പോൾ ഒരു റിലേറ്റീവിന് കൊടുത്തിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നേരെ പോയി തേർഡ് ലെവലിലോട്ട് പോകരുത്. കുറച്ച് സമയമെടുത്ത് നിങ്ങൾ ഒരു 2-3 മാസം കൊണ്ട് എന്തായാലും ഈ പറഞ്ഞ സ്റ്റിച്ചസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. എല്ലാ ദിവസവും ഒരു 2 hours ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് എല്ലാ സ്റ്റിച്ചസും തയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിലും തയ്ക്കാൻ ശ്രമിക്കുക. ഒരു മെറ്റീരിയൽ മാത്രം, കോട്ടൺ മെറ്റീരിയൽ മാത്രം തയ്ക്കാൻ നോക്കാണ്ട് ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന മെറ്റീരിയലിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റിച്ചസും തയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാത്തിലും നമുക്കൊരു കൈവഴക്കം വരും, എല്ലാ സ്റ്റിച്ചസും എല്ലാ മെറ്റീരിയലും. അത് കഴിഞ്ഞിട്ട് ഈ തേർഡ് ലെവലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സക്സസ് ആകുക. ആ ഒരു ഓർഡർ എടുക്കാനുള്ള കോൺഫിഡൻസ് ലെവലും കിട്ടും, അത് ചെയ്തു കൊടുത്താൽ അത് സക്സസ്സും ആയിരിക്കും. 4ാമത്തെ ലെവലാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ഇതിന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരും ഉണ്ടാകും, അറിയില്ലാത്ത കുറേ ആൾക്കാരും ഉണ്ടാകും.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് അറിയാവുന്ന ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ. അപ്പോൾ അവർ താഴെ കമൻറ്റ് ചെയ്യും ഇത് ശരിയായില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ ശരിയായില്ല എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കമൻറ്റ് ഇടുമായിരിക്കും. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും കാണാനും പറ്റും ഈ കമൻറ്റ് എന്താ ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇത് ശരിയല്ലല്ലോ, പിന്നെ അവരും ആ ഒരു സൈഡിലായിരിക്കും ചിന്തിക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലും എല്ലാം കഴിഞ്ഞിട്ട് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഈ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും വരത്തുണ്ടാവില്ല. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ ഇടാണ്ട്, പിന്നെ ഹോബിക്കാ ചെയ്യുന്നേ ഇങ്ങനെ ഇൻകമായിട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് തുടങ്ങണം എന്ന ആഗ്രഹമൊന്നുമില്ല, വെറുതെ ഹോബിക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അതല്ല ഒരു ശരിക്കും ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തയ്ച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഫോട്ടോ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇതാണ് 4 ലെവൽസ്. നിങ്ങളെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി സോഷ്യൽ മീഡിയ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 4 സ്റ്റെപ്സ്. നിങ്ങൾ ഈ 4 സ്റ്റെപ്സും ഫോളോ ചെയ്ത് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 2 hours ഇതിനു വേണ്ടി സ്റ്റിച്ചിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. വൃത്തിയായിട്ട് തയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ 2 hours സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു മാക്സിമം 3 months കൊണ്ട് നിങ്ങളിത് എല്ലാ സ്റ്റിച്ചസും വൃത്തിയായിട്ട് തയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ നിങ്ങൾ തയ്ച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് 4 ലെവൽസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.